കറാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ? കറാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ? പലർക്കും അറിയാം, പലർക്കും അറിയില്ല. എന്നാൽ അറിയുന്ന പലരും നിസ്സാരമായി കാണുന്നൊരു സാധനമാണ്. അങ്ങനെ നിസ്സാരമായി കാണാനുള്ളതല്ല. ആദ്യം ഞാൻ കറാഹത്തിന്റെ ഡെഫിനിഷൻ പറഞ്ഞു തരാം. ചെയ്താൽ ശിക്ഷ ലഭിക്കുകയില്ല, ചെയ്യാതിരുന്നാൽ പ്രതിഫലം ലഭിക്കുകയും ചെയ്യുന്ന കാര്യത്തിനാണ് കറാഹത്ത് എന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമുക്ക് അറിഞ്ഞുകൊണ്ട് അമലുകൾ പ്രവർത്തിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെയോ? കറാഹത്ത് എന്ന് പറയുന്നത് പല ആളുകളും നിസ്സാരമായി കാണുന്നതാണ്. ചെയ്താൽ ശിക്ഷ ലഭിക്കൂലല്ലോ, പിന്നെ എനിക്ക് കറാഹത്ത് ചെയ്യാമല്ലോ. എന്നാൽ എന്റെ കുടുംബങ്ങളോട് ഞാൻ സ്നേഹത്തോടു കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ, അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് കറാഹത്ത് എന്ന് പറയുന്നത്. അല്ലാഹുവിന് ഹബീബായ തങ്ങൾക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് കറാഹത്ത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ കറാഹത്തിനെ ഗൗരവമായി നമ്മൾ കാണേണ്ടതുണ്ട്. എന്താണ് കറാഹത്ത്? ഉദാഹരണം പറയട്ടെ. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നോമ്പിന്റെ വിഷയം നമ്മൾ പറയാം. പഠിക്കണേ, ശ്രദ്ധിക്കണേ കുടുംബങ്ങളെ. ഇത് നിസ്സാരമായ ക്ലാസ് അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ദീനാണ്, ശരീഅത്ത് പരിശുദ്ധമായ ഫിഖ്ഹാണ്. അല്ലാഹു കബൂലാക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മൂന്ന് സലാത്തല്ലോ, എല്ലാവരും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم. എൻ്റെ പ്രിയപ്പെട്ടവരെ, കറാഹത്ത് എന്ന് പറയുന്നത് നമ്മൾ നിസ്സാരമായി കാണേണ്ടുള്ളതല്ല. അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് കറാഹത്ത് എന്ന് പറയുന്നത്. നോമ്പിന്റെ കുറെ കറാഹത്തുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ആരെങ്കിലും ആ കറാഹത്തുകൾ ജീവിതത്തിൽ വന്നു പോകുന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റണേ. നോമ്പുകാരൻ ചെയ്യുന്ന കറാഹത്തുകൾ എന്തൊക്കെയാണെന്നറിയുമോ? ഒന്നാമത്തത്, നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം പല്ല് തേക്കുന്നത് കറാഹത്താണ്. കാരണവുമില്ലാതെ അതാ ഉച്ചയ്ക്ക് ശേഷം പല്ല് തേക്കുന്നത് നോമ്പുകാരൻ ചെയ്യുന്ന വലിയൊരു കറാഹത്താണ്. പാടില്ല. ചെയ്താല് ശിക്ഷയൊന്നും ലഭിക്കൂല. ശിക്ഷയൊന്നും ലഭിക്കൂല. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ ചെയ്യാതിരുന്നാൽ പ്രതിഫലം അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് നൽകും. എന്നാൽ കറാഹത്തിനെ കുറിച്ച് അല്ലാഹുവിന്റെ മഹാന്മാർ പറഞ്ഞു, അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സംഗതിയാണ് കറാഹത്ത് എന്ന് പറയുന്നത്. നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം പല്ല് തേക്കുന്നത് കറാഹത്താണ്. രണ്ടാമത്തൊരു കറാഹത്ത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ? ഭക്ഷണം പോലത്തെ സാധനമുണ്ടല്ലോ, രുചിച്ചു നോക്കുന്നത് കറാഹത്താണ്. ചോദിക്കും, ഉസ്താദേ, ഭർത്താവിന് ഉപ്പ് കുറഞ്ഞാൽ ചിലപ്പോ തലക്കടി ഇട്ടു. നോമ്പ് തുറക്കുന്നത് ചിലപ്പോ തലക്കടി ഇട്ടിട്ടായിരിക്കും. ഉപ്പ് കുറഞ്ഞു പോയാൽ, അതല്ലെങ്കിൽ മക്കൾ പ്രശ്നം ഉണ്ടാക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ആവശ്യത്തിന്, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിപ്പോ ഇറച്ചിക്കറി വെക്കാണ്. ഇറച്ചിക്കറി എന്ന് പറഞ്ഞപ്പോ പലരുടെയും വായിൽ വെള്ളം വന്നല്ലോ. അതങ്ങ് തുപ്പിക്കളഞ്ഞേക്കെ പലരും തുപ്പിക്കളഞ്ഞോളി. നോമ്പ് പറഞ്ഞു. അല്ലാഹു ബർക്കത്തിരട്ടെ. കുറച്ച് സമയമല്ലേ ഉള്ളൂ. ഞാൻ ഇപ്പൊ ഒന്നും പറയണില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ കുറെ ആൾക്കാർക്ക് അപ്പൊ ഏതായാലും എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമുക്ക് ബറക്കത്ത് നൽകട്ടെ. നമ്മളിപ്പോ നോമ്പിന്റെ വിഭവങ്ങൾ ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ ഉണ്ട്, നല്ല ഭക്ഷണം ഉണ്ടാക്കണമല്ലോ. അപ്പൊ ഉപ്പൊക്കെ നോക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒന്ന് വേണമെങ്കിൽ ഇങ്ങനെ നാക്കിൽ തൊട്ട് നോക്കാം, ഉപ്പുണ്ടോ? ആ, കൊള്ളാലോ, അടിപൊളിയാണല്ലോ. ഇറക്കി കഴിഞ്ഞാൽ നോമ്പ് മുറിഞ്ഞു പോകും. ഇറക്കി കഴിഞ്ഞാൽ നോമ്പ് മുറിഞ്ഞു പോകും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മൾ തുപ്പിക്കളയാ, വാ കഴുകുക. അപ്പൊ തന്നെ വാ കഴുകിയിട്ട് അത് കഴുകിക്കളയാ.
എന്റെ പ്രിയപ്പെട്ട അല്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ ഇപ്പൊ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു ഇറച്ചിക്കറിയുടെ കാര്യം പറഞ്ഞപ്പോ വീട്ടിൽ ഉമ്മ ഇങ്ങനെ ഇറച്ചിക്കറി വെക്കുന്നു, എന്നാ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നാക്കിൽ തൊട്ട് നോക്കാം, രുചിച്ചു നോക്കാം എന്ന് വിചാരിച്ചിട്ട് ആ ഇറച്ചിക്കറി അതല്ലെങ്കിൽ അതാ നോമ്പുകാരൻ ഭക്ഷണ സാധനത്തെ രുചിച്ചു നോക്കുന്നത്, അനാവശ്യമായി രുചിച്ചു നോക്കുന്നത്, അത് കറാഹത്താണ്, അത് കറാഹത്താണ്, അല്ലാഹുവിന് വെറുപ്പായ കാര്യമാണ്. അതുപോലെ തന്നെ സുഗന്ധം പൂശല് എന്റെ പ്രിയപ്പെട്ടവരെ കറാഹത്താണെന്ന് പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്. തറാവീഹ് നിസ്കരിക്കാൻ പോയപ്പോ ഞാന് കമീസില് സ്പ്രേ അടിച്ച് അതല്ലെങ്കിൽ അത്തർ പൂശിയിട്ടാണ് പോയത്. അത്തർ പൂശിയിട്ടാ പോയത്. പക്ഷേ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ അത്രാണ്, ഊതാണ്. കമ്പനി പറയുന്നത് 24 ഹവറാണ്, 24 മണിക്കൂർ മണം നിൽക്കും. അപ്പൊ ഞാൻ നോമ്പുകാരനല്ലേ ഉസ്താദ്, ഇപ്പോൾ ഞങ്ങൾ ദുഹർ നിസ്കരിക്കാൻ പോവാണ്, അല്ലെ അസർ നിസ്കരിക്കാൻ പോവാണ്. ആ സമയത്ത് ഞാൻ ഈ കമീസ് ഇട്ടുകൊണ്ട് പോകുന്നത് കറാഹത്താണോ? അത് കറാഹത്തല്ല. കാരണം നോമ്പുകാരനായിരിക്കെ അത്തർ പൂശൽ അത് കറാഹത്താണ്. എന്നാ നോമ്പ് തുറന്നിട്ട് അത്തർ പൂശിക്കൊണ്ട് പള്ളിയിലേക്ക് പോകുന്നത് സുന്നത്താണ്. ആ വസ്ത്രം തന്നെ അതാ നോമ്പിന്റെ സമയത്ത് ഉപയോഗിച്ചാലും പ്രശ്നമില്ല. ശ്രദ്ധിക്കണം. അപ്പൊ അതാ മൂന്നാമത്തെ കറാഹത്ത് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ എത്രയോ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒരു 3 സലാത്ത് ചൊല്ലുമോ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളതാ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നിസ്കാരത്തിൽ ചില കറാഹത്തുണ്ട്, അത് ശ്രദ്ധിക്കൂ. അത് പറഞ്ഞ പടച്ചോനെ കുറെ ആളുകൾക്ക് ഇപ്പൊ കറാഹത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതെ, എന്റെ പേര് ചിലപ്പോ കറാഹത്ത് നാക്കേണ്ടി വരും. അല്ലാ കാക്കണേ റബ്ബേ. എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കാരത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ഇത് ശ്രദ്ധിക്കണം. ഒരു സ്ഥലത്തും കൂടെ എല്ലാവരും ഒന്ന് കേൾക്കേണ്ട വിഷയമാണ്. നമ്മൾ കാണും, ഇത് ഒരാൾ ശ്രദ്ധിച്ച ഉമ്മമാരെ ബാപ്പമാരെ നിങ്ങൾ സ്വർഗത്തിലാണ്. കാരണം റമളാനില നന്മയാണ്. ഈ കാര്യം എല്ലാവർക്കും വരുന്നൊരു അബദ്ധമാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. നിസ്കാരത്തിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് അതാ ഒരു കാൽ മുന്തിച്ച് നിൽക്കൽ കറാഹത്താണ്. നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ ഇതിപ്പോ രണ്ട് കാലാണെന്ന് വിചാരിച്ചു, ഇത് 2 കാലാണ്. അപ്പൊ ഒരു കാല് ഇങ്ങനെ, ഒരു കാല് ഇങ്ങനെ നിൽക്കാൻ, ഇങ്ങനെ നിൽക്കൽ കറാഹത്താണ്. ഇങ്ങനെ നിൽക്കൽ കറാഹത്താണ്. നിസ്കാരത്തോട് ചെയ്യുന്ന അദബുകേടാണ്. എപ്പോഴും ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് 2 കാലും ഒരേപോലെ ചേർത്ത് വെച്ചുകൊണ്ട് നിസ്കരിക്കണമെന്ന് അല്ലാഹുവിന്റെ മഹാന്മാരായ ഫുഖഹാക്കൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്യൽ കറാഹത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ അതിർത്തികളെ നിങ്ങൾ ലംഘിക്കരുതേ, അല്ലാഹുവിന്റെ അതിർത്തികളെ നിങ്ങൾ ലംഘിക്കരുതേ, അല്ലാഹുവിന്റെ അതിർത്തികളെ നിങ്ങൾ ലംഘിക്കരുതേ. ഹറാമിനെ നിങ്ങൾ ഒഴിവാക്കണം. കാരണം ഹറാമിനെ നിങ്ങൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ കറാഹത്തിനെയും നിങ്ങൾ ഒഴിവാക്കണം. കാരണം കറാഹത്താണ് ഹറാമിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഉറങ്ങരുത്. കുറെ ആൾക്കാരൊക്കെ ഇവിടെ ഉറങ്ങുന്നുണ്ട്. ഉറങ്ങാൻ പാടില്ല. ഇൻഷാ അല്ലാഹ്. അപ്പോ ഹറാമിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കറാഹത്തിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. കറാഹത്ത് എന്ന്
പറയുന്നത് ഹറാമിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. കറാഹത്ത് എന്ന് പറയുന്നത് ഹറാമിലേക്ക് എത്തിക്കുന്നതാണ്. അതുകൊണ്ട് കറാഹത്തിനെ നിങ്ങൾ ഒഴിവാക്കണേ. അപ്പൊ നിസ്കാരത്തിൽ നമ്മൾ ഒരു കറാഹത്ത് ചെയ്യുന്നുണ്ട്. ഏതാണ്? സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ഒരു കാലിങ്ങനെ മുന്തിച്ചിരിക്കുക, ഒരു കാലിങ്ങനെ മുന്തിച്ചിരിക്കുക, ഓവർടേക്ക്, മറ്റേ കാലുമായി ഓവർടേക്ക് ചെയ്ത്, അങ്ങനെ ആരെ ഓവർടേക്ക് ചെയ്ത് നേരെ നിൽക്കുക, ഇങ്ങനെ നിൽക്കണം. ഇതാണ് യഥാർത്ഥ രീതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത്. ഇനി ഒരു കാര്യം പറഞ്ഞു, ആ കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് നമ്മുടെ മജ്ലിസിലേക്ക്. ഇത് പറഞ്ഞ ഒരുപാട് ഉമ്മമാരും വാപ്പമാരും സഹോദരന്മാരൊക്കെ പറയും, പടച്ചോനെ ഉസ്താദേ, ഞാൻ ഇന്ന് വരെ ആ കറാഹത്ത് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഒരു കുറ്റബോധം തോന്നും. നിസ്കാരത്തിന്റെ ഒരു വിഷയമാണ്. ഒരു സ്വലാത്തല്ല, നമുക്ക് ഒരു സ്വലാത്തല്ല, ഇതെല്ലാവരും അറിയേണ്ട ഒരു വിഷയമാണ്. അപ്പൊ എല്ലാവരും ഒന്നും കൂടി ഒന്ന് മജ്ലിസിനെ എത്തിച്ചു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ശ്രദ്ധിക്കണേ ഉമ്മ, ശ്രദ്ധിക്കണേ വാപ്പാ, ശ്രദ്ധിക്കണേ സഹോദരാ, ശ്രദ്ധിക്കണേ സഹോദരീ. നമ്മളുടെയൊക്കെ നിസ്കാരത്തിൽ വരുന്ന ഒരു കറാഹത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഒരാള് നിസ്കരിക്കുന്ന സമയത്ത്, ഫാത്തിഹ ഓതുന്ന സമയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, അഊദു ഒഴിവാക്കൽ കറാഹത്താണ്. അഊദു ഒഴിവാക്കുന്നത് കറാഹത്താണ്. എത്ര ആളുകൾ ചെയ്യുന്നുണ്ട്? അഊദു ഒഴിവാക്കുന്ന എത്ര ആളുകളുണ്ട്? എല്ലാവരും ഒഴിവാക്കലുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഒഴിവാക്കലുണ്ട്. അല്ലാഹു സലായിമാ നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കാരത്തിൽ അഊദു ഒഴിവാക്കാൻ പാടില്ല. അങ്ങനെ അഊദു ഒഴിവാക്കി കഴിഞ്ഞാൽ കറാഹത്താണ്. കറാഹത്ത് എന്ന് പറയുന്ന ഉസ്താദെ തെറ്റൊന്നുമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനും ഹബീബായ തങ്ങൾക്കും വെറുപ്പുള്ള കാര്യത്തിനാണ് കറാഹത്ത് എന്ന് പറയുന്നത്. മുത്തുനബി തങ്ങൾക്ക് അള്ളാഹിന് വെറുപ്പുള്ള കാര്യമാണ് കറാഹത്ത് എന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, വെറുപ്പുള്ള കാര്യം എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ശ്രദ്ധിക്കണം. കറാഹത്ത് ഹറാമിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഒരാളുടെ ജീവിതത്തിൽ ഇങ്ങനെ കറാഹത്ത് ഇങ്ങനെ വർദ്ധിച്ച് വന്നു കഴിഞ്ഞാൽ അയാൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഹറാമിലേക്ക് പോകും, ഹറാമുകൾ ചെയ്യും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ, അല്ലാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാഷാ അല്ലാഹ്. ഓതാത്തവര് നാളെ ഇന്ന് മുതൽ ഓതിയാൽ മതി. ഇതിപ്പോ എല്ലാവർക്കും എല്ലാം അറിയണമെന്നുണ്ടോ? ലോകത്ത് ഇപ്പൊ എല്ലാവർക്കും എല്ലാം അറിയണമെന്ന്, ഇപ്പൊ എനിക്കെല്ലാം അറിയണമെന്നുണ്ടോ? ഞാനെല്ലാം തികഞ്ഞവനാണോ? ഞാനെല്ലാം തികഞ്ഞവനൊന്നുമല്ല. ഞാൻ നിങ്ങളെപ്പോലൊരു സാധാരണക്കാരനാണ്. നമ്മളിത് ഉസ്താദുമാര് പഠിപ്പിച്ചു തരുന്നത്, മഹാന്മാര് പണ്ഡിതന്മാര് പഠിപ്പിച്ചിരുന്നത് നിങ്ങളോട് പറയണം. എനിക്കറിയാത്ത എത്രയോ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങോട്ട് സംസാരിക്കാൻ പറ്റാത്തോണ്ടല്ലോ. അല്ലെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നെ അല്ലേ? ഒരുപാട് കാര്യങ്ങൾക്ക് അറിയാം. എല്ലാവർക്കും എല്ലാ രീതിയിലും പല രീതിയിലും പല അറിവുകളുണ്ട്. പക്ഷെ അതുകൊണ്ട് ഒരാളെ ചെറുതാക്കണ്ട. തലകെട്ട് കെട്ടിയാലും മാഷാ അല്ലാഹ്, തലകെട്ട് കെട്ടിയില്ലെങ്കിലും ആലിമീങ്ങൾക്ക് ആലിമീങ്ങളുടേതായ ഒരു പവർ അത് വേറെ. ഇൽമു പഠിച്ചവർക്ക് ഇൽമിന്റേതായ ഒരു പവർ അത് വേറെ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. എന്നാൽ സാധാരണക്കാര് അവർ പഠിച്ച അറിവുകൾ അതും ഒരു ഇൽമാണ്. മാഷാ അല്ലാഹ്, അത് നമ്മൾ പറഞ്ഞു. ഒരാൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ജന്നാത്തുൽ ഫിർദൗസ് ഒരാൾക്ക് അല്ലാഹു തആല നൽകണമെങ്കിൽ മാഷാ അല്ലാഹ്, സ്വർഗത്തിന്റെ ഏറ്റവും വലിയ തട്ട്. എന്റെ പ്രിയപ്പെട്ടവർ, ഒരാൾ ഒരു നന്മ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അവനിപ്പോ തലകെട്ടൊന്നും ഇല്ലല്ലോ, അതിന് തൊപ്പിയൊന്നും ഇല്ലല്ലോ, അയാളിപ്പോ ഉസ്താദൊന്നും അല്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞ് അയാൾ നന്മ പറയുമ്പോ അയാളെ നമ്മൾ കളിയാക്കിയാൽ, അത് മോശമാക്കി കഴിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ സൂക്ഷിക്കണം. ആ നന്മ ഇസ്ലാമിക ശരീഅത്തനുസരിച്ച്, അതേപോലെ മഹാന്മാര് പറഞ്ഞതനുസരിച്ച്, പണ്ഡിതന്മാര് പറഞ്ഞതനുസരിച്ച്, ഇമാമിങ്ങൾ പറഞ്ഞതനുസരിച്ച് ആ നന്മ ശരിയാണോ? ശരിയാണെങ്കിൽ അതിന് ആര് പറഞ്ഞാലും, തൊപ്പിയിട്ടവൻ പറഞ്ഞാലും ഇടാത്തവൻ പറഞ്ഞാലും, എന്റെ പ്രിയപ്പെട്ടവരെ താടിയുള്ളവർ പറഞ്ഞാലും ആര് പറഞ്ഞാലും നമ്മളത് അംഗീകരിക്കണം. അല്ലാഹു കബൂലാക്കട്ടെ. അത് അംഗീകരിച്ചത് ചെയ്യണം. അപ്പോഴാണ് ജന്നാത്തുൽ ഫിർദൗസ് അല്ലാഹു തആല നൽകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിസ്കാരത്തിന് നിൽക്കുമ്പോൾ ഒരു കാല് മുന്തിച്ച് നിൽക്കുന്നത് അത് കറാഹത്താണേ. അത് ഒഴിവാക്കണേ.